അപ്പൊ കമ്പിയില്ല, സിമെന്റ് ഇല്ല, മണലില്ല, കൽപ്പൊടി, പലക. അപ്പൊ അത് ഉപയോഗിച്ചും ചെയ്യാം. അതിന്റെ പഴക്കാൻ മനസ്സിലായില്ലേ? 300 കൊല്ലം. ഹായ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ. ഞാനൊരു വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചത്. അതായത് സിമെന്റോ കമ്പിയോ മണലോ ഒന്നും ഉപയോഗിക്കാതെ ഒരു സംഭവം ചെയ്തിട്ടുള്ളൂ. അതായത് 300 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള മാടവന മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഞാൻ. അപ്പോൾ ഈ പള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു തട്ടിൻപുറത്തിൻ്റെ മുകളിൽ ഒരുപാട് ആളുകൾ നിന്ന് നമസ്കരിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ആ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത് ഒരു കാരണവശാലും സിമെന്റോ കമ്പിയോ ഒന്നും ഉപയോഗിക്കാതെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം. നേരെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം, പൊളിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ. അതിൻ്റെ ക്വാളിറ്റിയാണ്. 300 കൊല്ലത്തിന് മേലെ പഴക്കമുണ്ട് കേട്ടോ. ഓക്കെ, ദീർഘത്തിലാകണ്ട. ഇത് നമ്മുടെ ഉത്തരവുണ്ട്. നമ്മുടെ ആ ഉത്തരം കൊണ്ട് ബന്ധിപ്പിച്ചുള്ള ഉത്തരവിന് കാണുന്നത് മൊത്തം നീളം നോക്കിയിട്ടേണ്ട. ഒരൊറ്റ മരത്തിന് അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. കണ്ട, പക്ഷേ ഇതിൽ ചിലപ്പോൾ ജോയിൻ്റ് ഉണ്ടാവും. പക്ഷേ ആ ജോയിൻ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അന്നത്തെ പണിയുടെ ഒരു മികവാണത്. അല്ലെങ്കിൽ ഇത് ഫുൾ ലെങ്ത്ത് തടിയായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ 300 കൊല്ലത്തിന് മേലെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നും ഈ മരത്തിന് യാതൊരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് നേരെ അകത്തുള്ള തട്ടുംപുറം അതിൻ്റെ മുകളിൽ വരുന്ന പണിയാണ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അല്ല നിങ്ങൾ നോക്കിയിട്ടാണ് 15 ബീമുകളുണ്ടോ? മരത്തിൻ്റെ വലിയ ബീമുകളാണ്. 2 ബീമുകൾ, 2 ബീമുകളാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, നമ്മൾ നല്ല അടിപൊളി തട്ടുമുറൊക്കെ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ മുകളിലാണ് അമ്മ നമസ്കരിക്കുന്നത്. അപ്പോൾ അതിന് മുകൾ ഭാഗത്തിലിരിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അതാണ് എനിക്ക് അത്ഭുതമായിട്ടുള്ളത്. നിങ്ങൾക്കും അത് അത്ഭുതമാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ മുകൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ പഴക്കങ്ങളൊക്കെ ഉള്ള പള്ളിയുടെ ഭാഗം. ഈ ഒരു ഭാഗമാണ്. ഇത് മൊത്തം പൊളിച്ചിട്ട് നമ്മൾ പുതിയത് പണിയാൻ വേണ്ടി പോകുന്നു. ഇവിടെ ചില മരങ്ങളൊക്കെ നോക്കിയിട്ട് 1 മരങ്ങളാണ്. അപ്പോൾ രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോഴും നമ്മൾ റീഫ്രഷ് ചെയ്താൽ സൂപ്പറായിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇനിയും നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ കാലം നിൽക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പണിതിട്ടുള്ളത് ഈ കുമ്മായത്തിലാണ്. കുമ്മായം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതല്ല, നല്ല ടൈറ്റാണ് കേട്ടോ. ഇതല്ല വെള്ളക്കുമ്മായം ഉണ്ടാ, കൽക്കുമ്മായല്ല. കൽക്കുമ്മായം എന്ന് പറയുമ്പോൾ അതിനകത്ത് കൽപ്പൊടി ആയിരിക്കുള്ള ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഇത് വെള്ളക്കുമ്മായം എന്ന് പറയുമ്പോൾ ഫുള്ള് കുമ്മായവും മണലും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും മിശ്രിതം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കറിയത്തില്ല, കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നല്ല ഹാർഡായിട്ട് തന്നെ നിൽക്കുന്നത്. ഇത്രയും കൊല്ലം പഴക്കം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ. നമുക്ക് നേരെ ഇതിൻ്റെ ഫ്ലോർ ചെയ്തിട്ട് അതാണ് നമ്മൾ എല്ലാവരും കാണാൻ വേണ്ടി. ഇതായത് നമുക്ക് വളരെ അത്ഭുതം തോന്നിയ സംഭവമാണ് കേട്ടോ. ഇതിലേ പോ. ഓക്കെ, അല്ല, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ സ്ഥലം. കാരണം ഇതിൻ്റെ തട്ടുമ്പുറൊക്കെ നോക്കിയിട്ട് ഈ തട്ടിൻ്റെ മുകളിലൊന്നും വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ചൂടൊക്കെ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അന്നത്തെ സംവിധാനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഓടും കൂടുകളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫ്ലോറുണ്ട്. ഈ ഫ്ലോറിലുണ്ട്. ഇതിൻ്റെ മുകളിൽ സിമെന്റ് ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ സ്ട്രോങ് നോക്കട്ടോ. അടിപൊളി പക്ക സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്കിത് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താണെന്ന് നോക്കാം അല്ലേ. നമ്മൾ ആദ്യം കണ്ടില്ല, നമ്മൾ തട്ടിന്റെ ഭാഗം ഇതിന്റെ അടിഭാഗത്തെ തട്ടി നമ്മൾ കണ്ട് അടിപൊളി സ്ട്രോങ്ങിൽ നല്ല പ്ലാനൊക്കെ ചെയ്തിട്ടുള്ള തട്ടാണ്. അതിന്റെ മുകളിൽ ചെയ്തിട്ടുള്ള സംവിധാനം സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. കണ്ടില്ലേ, ഏകദേശം 1.5 ഇഞ്ച് കനത്തിന് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ കംപ്ലീറ്റ് കൽപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കൽപ്പൊടി. അതിനകത്ത് ട്യൂബാണ് പൊട്ടി, മറ്റേ ട്യൂബാണ്. നമുക്ക് കണ്ടില്ലേ, കംപ്ലീറ്റ് കൽപ്പൊടിയാണ്. അതായത് 1.5 ഇഞ്ച് കനത്തിന് ഈ ആ കാലഘട്ടത്തിൽ എന്താണ് മെറ്റീരിയൽ വെച്ചാൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുകളിൽ സിമെന്റാണ് എന്തായാലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ അടിയിലുള്ള കൽപ്പൊടി ഉണ്ടല്ലേ, കൽപ്പൊടി കഴിഞ്ഞാൽ പിന്നെ ഇത് ലിഫ്റ്റ് ചെയ്യണ്ട. ഈ കാണുന്ന ഭാഗം ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ,
അതേപോലെ തന്നെ അതായത് ഈ കാലഘട്ടത്തിൽ നമുക്കിത് കാണൂല കേട്ടോ. നല്ലോണം താഴ്ത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാണാത്തത് നമ്മൾ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് നമസ്കരിച്ചിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അല്ല അത് തട്ടും വിട്ട് തട്ട് നമ്മുടെ താഴത്തെ തട്ട് കഴിഞ്ഞിട്ട് നല്ല ഹൈറ്റ് ഉത്തര 2 ബീം, വലിയ ബീം. പക്ഷെ അത് എനിക്ക് തോന്നായി മറ്റേ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് മരത്തിന് സിമെന്റോ കമ്പിയൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അവിടെ കാണും 300 കൊല്ലത്തിന് മേലെ ഇത്രയും മെത്തേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിൽക്കുന്നു 1000 കൊല്ലത്തിന് മേലെ. ശരിയാണ്. കമ്പി വന്നപ്പോ തെള്ളൂലേ, കമ്പി വന്ന തുരുമ്പ് ഇതേ സ്ഥാനത്ത് അങ്ങനെ ഒന്നുമില്ല. അതും കൽപ്പൊടി ഫുൾ ഡ്രൈ. ഇനി മലയാളി അല്ലേ തട്ടിൽ കത്തിട്ടില്ല. ആ തട്ടുന്ന ശബ്ദം കൊണ്ട് മലയാളി തോന്നുന്നു. കൈ നോക്കിട്ട മരുന്ന്. ഇവിടുന്ന് മുതൽ ഒരടി കഷ്ടിച്ചില്ല. അപ്പൊ ശ്രദ്ധിച്ചില്ലേ, ഇത് 300 കൊല്ലത്തിന് മേലെ പഴക്കമുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നോളജി ഇന്ന് നമുക്ക് ചെറിയൊരു 10 സെന്റിമീറ്റർ 4 ഇഞ്ച് കാലത്ത് കോൺക്രീറ്റ് ചെയ്താൽ നമുക്ക് ഭയങ്കര പേടിയാണ്. അതായത് ഇത് വരുമെന്നുള്ളതൊക്കെ. അപ്പൊ ആളുകൾ കയറുന്ന ഭാഗത്തുള്ള ഒരു വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മെട്രിക് ലോഡ് എടുക്കുന്നൊക്കെ ഉണ്ട്. ഇത് നോക്കിയിട്ട് കണ്ടില്ലേ, കൽപ്പൊടി തട്ടടിക്ക് മരം വെച്ച് അതിന്റെ മുകളിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട ആ കാലഘട്ടത്തിൽ. എന്നിട്ട് അത് വെറുതെ കൽപ്പൊടികൾ നിറച്ചിട്ട് കഴിഞ്ഞിട്ട് മുകളിൽ അടിപൊളി കോൺഗ്രസ് ഇതേ ഇതല്ല ഇതിന്റെ ഒരു ക്വാളിറ്റി തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഹാർഡ് ഇന്ന് നമ്മുടെ കോൺക്രീറ്റ് പൊട്ടിച്ച പൊടിഞ്ഞു പോകും. ആ കാലഘട്ടത്തിലെ ആൾക്കാരെ സൂക്ഷ്മത നമുക്ക് പ്രത്യേകം വിലയിരുത്തണോട്ടാ. ചെയ്യുന്ന ഭാഗം കൃത്യമായി ക്വാളിറ്റിയോട് തന്നെ ചെയ്തതിന്റെ പേരിലാണ് ഇന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നത്. 300 മേലെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. തലമുറകൾ മാറിയതിന്റെ പേരിലൊന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്തിരുന്ന പള്ളിയുടെ പേരിൽ ശ്രദ്ധിച്ചിരുന്നാവില്ല. എന്നാൽ നമുക്ക് ഈ അടിഭാഗം ഒന്ന് കാണണം. ഓക്കെ, പലകൊക്കെ 1.25 കനം തീർത്തിട്ടൊക്കെ ഉണ്ടാ. 1.25 ഇഞ്ച് കനത്തിലുള്ള പലക മുകളിൽ പാകിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൽപ്പൊടി ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഈ പലകയുടെ അടിഭാഗം ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ അടിഭാഗം. നമ്മുടെ അതിൽ ആനാണ്ടി കാണുന്നുണ്ട്. അതിന്റെ മുകളിൽ 1.25 ഇഞ്ച് കാണുള്ള പലക, അതിന്റെ മുകളിൽ കൽപ്പൊടി, അതിന്റെ മുകളിൽ അടിപ്പൻ കോൺക്രീറ്റ്, 1.5 കോൺക്രീറ്റ് പലക കാണുന്നൊക്കെ അടിപൊളി പലക. അപ്പൊ കമ്പിയില്ല, സിമെന്റ് ഇല്ല, മണലില്ല, കൽപ്പൊടി പലക. അപ്പൊ അത് ഉപയോഗിച്ചും ചെയ്യാം. അതിന്റെ പഴക്കാൻ മനസ്സിലായില്ലേ, 300 കൊല്ലം. അപ്പൊ അവസ്ഥയിലേക്ക് കാണുന്നത് ഇടുക്കിയിലെ. അപ്പൊ നമ്മുടെ ഈ പള്ളി, അതായത് മാടവന മുഹീദ്ദീൻ മസ്ജിദ്, ജുമാ മസ്ജിദ് പൊളിക്കുന്ന വ്യക്തികളാണ് നിൽക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള മഞ്ഞൾപ്പഴമുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു കാര്യം ചോദിക്കാം. ഈ പള്ളി പൊളിക്കാൻ വന്നപ്പോൾ ഇതിന്റെ സ്ട്രോക്കൊക്കെ ഉണ്ട്. ഒരുപാട് പൊളിച്ചു പറ്റുള്ള ആളുകൾ, ഒരുപാട് പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ച് നല്ല തരക്കൊണ്ടുള്ള ആളുകളാണ് നമ്മൾ ഈ പള്ളി പൊളിക്കാൻ. അന്യ സ്ട്രോങ് അല്ലേ? ഇത്രയും താഴ്ച കൽപ്പൊടികൾ വരാറില്ല. മറ്റുള്ള ഇത്രയും വരാറില്ല. പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ് അല്ലേ സംഭവം. സ്ട്രോങ്ങാന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ നമ്മുടെ പള്ളിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മുടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പൊ എന്തായാലും ആദ്യം ഇതിലേക്ക് ഒന്ന് കാണാം. അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. പിന്നെ ഓക്കെ അടിക്കണം. അടിച്ചിട്ട് ഒരു ജർക്കിങ് ഇല്ല കേട്ടോ. സാധനമില്ല.
ഇത് നമ്മുടെ പെയിന്റ് ചെയ്ത ഭാഗം. ഇതാ ഇത് കൽപ്പൊടി ചെയ്ത ഭാഗം. ആ ഇത് ഞാനോട് കുലിക്കും, ഞാനോട് കുല ഇങ്ങനെ സ്വഭാവം എന്ന് പറഞ്ഞാ അപ്പൊ സുഹൃത്തുക്കളെ, താങ്ക് യു. തിക്നെസ് ഒക്കെ ഇയാളുടെ ഫുഡിന് ഒരു കംപ്ലൈന്റ് ഫുഡിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റേ നമ്മൾ തേക്ക് വെച്ചപ്പോൾ കാണിക്കുവാണ്.